എന്നൊരായത്തോതി. അപ്പോൾ അവിടെ ഒരു മദ്, ഒരു നീട്ടൽ നമുക്ക് നമ്മളത് കേൾക്കുന്നതാണ്. അതൊരു നിയമത്തിന്റെ ഭാഗം കൂടിയാണ്. അപ്പോൾ ഇങ്ങനെ ഈ മദ്ദുകൾക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു പരിധിയുണ്ടോ? അതിന് മിനിമം പരിധിയുണ്ടോ? അതല്ല മാക്സിമം പരിധിയുണ്ടോ? അത് നമുക്ക് ഇഷ്ടമുള്ള അത്ര നീട്ടാൻ പറ്റുമോ? എന്തൊക്കെയാണ് അതിൻ്റെ ഒരു രീതി? സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടി ലളിതമായിട്ടൊന്ന് പറയുകയാണെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ മറുപടി? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ വനബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പരിശുദ്ധ ഖുർആൻ എന്നത് കലാമുല്ലാഹിയാണ്, അള്ളാഹുവിൻ്റെ കലാമാണ്. ഖുർആൻ ഒരിക്കലും ഒരു പദ്യമല്ല, ഖുർആൻ ഗദ്യവുമല്ല. അതിന് പ്രത്യേകമായ ശ്രവണസുന്ദരമായ പാരായണ ശൈലി അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ ജിബ്രീൽ മുഖേന അള്ളാഹുവിൻ്റെ റസൂലിനെ പഠിപ്പിച്ചതാണ്. ആ രീതിയിൽ മാത്രമേ ഖുർആന് പാരായണം ചെയ്യാൻ പാടുള്ളൂ. അറബി ഭാഷ അറിഞ്ഞു എന്നുള്ളത് കൊണ്ട്, അറബി സംസാരിക്കാൻ അറിഞ്ഞു എന്നതുകൊണ്ട് ഖുർആൻ പാരായണം കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അറബികൾ ഇപ്പോൾ സാധാരണഗതിയിൽ അറബികൾ സംസാരിക്കുമ്പോൾ അവരുടെ സംസാരത്തിൽ നമ്മൾ കൂടുതലായി നീട്ടുന്നത് കാണാറില്ല, മണിക്കുന്നത് കാണാറില്ല. മിൻ വൈനാന്ത് എന്ന് ചോദിക്കുമ്പോൾ നീ എവിടുന്നാ വരുന്നത്? അവിടെ ഒരാളോട് മിൻ വൈൻ അൻ പറയാറില്ല. അത് ഖുർആനിന്റെ മാത്രം പുതിയ ശൈലിയിലേക്ക് അവതരിപ്പിച്ചു എന്നുള്ളതാണ്. അത് ഖുർആനിന്റെ മാത്രം പ്രത്യേകതയാണ്. ഖുർആനിന് പ്രത്യേകമായ ചില നിയമ സംഹിതകൾ അല്ലാഹു തആല വെച്ചിട്ടുണ്ട്. ആ രൂപത്തിൽ മാത്രമേ ഖുർആൻ പാരായണം ചെയ്യാൻ പറ്റൂ. ആ ഖുർആനിന്റെ നിയമങ്ങൾ മറ്റൊരു സംസാരത്തിലേക്കോ വാക്കുകളിലേക്കോ കൊണ്ടുവരേണ്ടതില്ല. അത് ഖുർആന് മാത്രമുള്ള അതിൽപ്പെട്ട ഒന്നാണ് മദ് എന്നുള്ളത്, നീട്ടൽ എന്നുള്ളത്. അപ്പോൾ എങ്ങനെയാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാരായണം ചെയ്തത്, ശേഷമുള്ള സഹാബികൾ, താബിഉകൾ, മഹാന്മാരായ അഇമ്മത്തുകൾ കേട്ട് നമുക്ക് നൽകിയത്, അതുപോലെ തന്നെ അത് നീട്ടാനും പാടുള്ളൂ, മണിക്കാനും പാടുള്ളൂ. എല്ലാം അങ്ങനെ തന്നെയാണ്. അപ്പോൾ നീട്ടുക എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നമ്മളെ സംസാരത്തിൽ ചില വാക്കുകൾ ഉച്ചരിക്കുമ്പോൾ ചെറുതായിട്ട് നമ്മൾ നീട്ടും, പക്ഷെ കൂടുതലായിട്ട് നമ്മൾ നീട്ടാറില്ല. പക്ഷെ ഖുർആനിൽ അങ്ങനെയല്ല. ചില വാക്കുകൾ വരുമ്പോൾ കൂടുതലായി നീട്ടേണ്ട സ്ഥലങ്ങളുണ്ട്, അത് നിർബന്ധമായും നീട്ടേണ്ട സ്ഥലങ്ങളുണ്ട്, നീട്ടാം നീട്ടാതെക്കാം അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട്. പക്ഷെ ഈ ഒരു നിയമത്തോടുകൂടെ പാരായണം ചെയ്യുമ്പോഴാണ് പരിശുദ്ധ ഖുർആൻ വളരെ മനോഹരമായ ഉസ്താദ് പാരായണം ചെയ്തപ്പോൾ ചില ഭാഗങ്ങളിലൊക്കെ നമ്മളിങ്ങനെ ആസ്വദിച്ച് ആ നീട്ടെല്ലാം ഇങ്ങനെ നമ്മളും കയറിപ്പോവാൻ. അപ്പോൾ അത് ഖുർആനിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ്. അപ്പോൾ മദ് എന്നാണല്ലോ നീട്ടൽ എന്നുള്ളതിന് സാധാരണ പറയാറുള്ളത്. മദ് എന്ന് പറയുമ്പോൾ നീട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന അക്ഷരങ്ങൾ അലിഫ്, വാവ്, യാ ആണ്. അതിപ്പോൾ എല്ലാ ഭാഷയിലും അങ്ങനെ തന്നെ. അപ്പോൾ അത് ഓവറായി നീട്ടാൻ പാടില്ല. ഇപ്പോൾ മലയാളത്തിലാണെങ്കിലും ഈച്ച എന്ന് പറയേണ്ടടുത്ത് നമ്മൾ ഈച്ച എന്ന് പറഞ്ഞാൽ അത് വളരെ അരോചകരമായിട്ട് നമുക്ക് തോന്നും. ഇതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനിൽ നീട്ടാൻ പ്രത്യേകമായിട്ടുള്ള കണക്കുകളുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് നീട്ടാൻ പാടില്ല. ഇതിപ്പോൾ ഈ അലിഫ്, വാവ്, യാ മദ്ദക്ഷരങ്ങൾ വരുമ്പോൾ രണ്ടക്ഷരങ്ങൾ ഉച്ചരിക്കേണ്ട സമയമാണ് നീട്ടേണ്ടത്. അപ്പോൾ ഇദ് ഖാല ഇബ്രാഹിം എന്ന് പറയുമ്പോൾ ഇദ് ഖാല ഖാല അത്ര നീട്ടാൻ പാടുള്ളൂ, അതിൽ കൂടുതൽ നീട്ടാൻ പാടില്ല. അതിന് മദ്ദ അസ്ലി എന്ന് പറയും. ഇദ് ഖാല അങ്ങനെ നീട്ടാൻ പാടില്ല. അതേ സമയത്ത് ചില കാരണങ്ങൾ ഉണ്ടായാൽ ഈ മദ്ദക്ഷരങ്ങൾ തന്നെ കൂടുതലായി നീട്ടേണ്ടി വരും. ശേഷം ഹംസ വരികയോ സുക്കൂന് വരികയോ സ്ഥിരമായ സുക്കൂന് വരികയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് കൂടുതലായി നീട്ടേണ്ടതുണ്ട്. അത് പ്രത്യേകമായ ഖുർആനിൻ്റെ അതിൻ്റെ നിയമങ്ങളുണ്ട്. അതുപോലെ തന്നെ ഖുർആനിൻ്റെ സ്പീഡിനനുസരിച്ച് നമ്മുടെ പാരായണത്തിൻ്റെ ശൈലിയും അതിൻ്റെ സ്പീഡും വ്യത്യാസപ്പെടും. ഉസ്താദ് അവറുകൾ ഓതിയപ്പോൾ വളരെ സാവധാനമായിട്ടാണ് ഖുർആൻ ഓതിയത്. ആ ഖുർആൻ ഓതുമ്പോൾ എല്ലാ ഭാഗങ്ങളിലും അതിൻ്റെ പരമാവധി നീട്ടൽ എടുത്തുകൊണ്ടാണ് ഓതിയത്. അപ്പം ഈ ഖുർആൻ ഒരേ ശൈലിയിൽ തന്നെ ഓതണമെന്നില്ല. ഉസ്താദ് ഓതിയതുപോലെ സാവധാനം ഓതാം. ഇനി സ്പീഡിൽ ഒരാൾക്ക് ഓതണമെങ്കിൽ ഇപ്പോൾ നിസ്കാരത്തിലൊക്കെ നമ്മൾ ഇതുപോലെ സാവധാനം ഓതിയാൽ എവിടേക്കും ചിലപ്പോൾ എത്തിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നിസ്കാരത്തിലൊക്കെ കുറച്ച് സ്പീഡിൽ ഓതേണ്ടി വരും. ഖത്മ് തീർക്കുമ്പോൾ കുറച്ച് സ്പീഡിൽ ഓതേണ്ടി വരും. അപ്പോൾ അതിനനുസരിച്ച് നീട്ടലും കൂടുകയും കുറയുകയും ചെയ്യും. ഉദാഹരണത്തിന് വേണ്ടി പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഖുർആനെ കുറിച്ച് ആലോചിക്കുന്നില്ലേ?
أفلا يتدبرون القرآن. അപ്പോൾ ഖുർആൻ എന്ന് പറയുമ്പോൾ ഞാൻ അവിടെ ഒരു അലിഫിൻ്റെ സമയം മാത്രമേ നീട്ടിയിട്ടുള്ളൂ. അങ്ങനെ ഓതാം. ഇനിയോ അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, അങ്ങനെ ഓതാം. അപ്പോൾ അതിൻ്റെ വേറൊരു ശൈലിയാണത്. ഇനി സാവധാനം ഓതാണെങ്കിൽ അഫലാ യതദബ്ബറൂനൽ ഖുർആൻ. അപ്പോൾ അതിൻ്റെ ഒന്നുകൂടെ സാവധാനം. അപ്പോൾ സാവധാനം ഓതുമ്പോൾ അതിന് തർത്തീൽ, അതല്ലെങ്കിൽ തഹ്ഖീഖ് എന്നൊക്കെ അതിൻ്റെ പേര്. സ്പീഡിൽ ഓതുമ്പോൾ അതിന് ഹദർ എന്ന് പറയും. സ്പീഡിലുമല്ല സാവധാനമല്ല, അതിൻ്റെ ഇടയിൽ ഓതുമ്പോൾ അതിന് തദ്വീർ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അതിന് ഖുർആനിൻ്റെ പ്രത്യേകമായ നിയമങ്ങളുണ്ട്. ആ നിയമം പാലിച്ചുകൊണ്ട് മാത്രമേ ഓതാൻ പാടുള്ളൂ. അത് മദ്ദിലാണെങ്കിലും അത് മണിക്കുന്നതിലാണെങ്കിലും മറ്റുള്ള വിഷയങ്ങളിലാണെങ്കിലും ഒക്കെ ഖുർആന് പ്രത്യേകമായ നിയമം, അത് കലാമുല്ലാഹി ആണ് എന്നുള്ളതാണ്. ഇവിടെ സാന്ദർഭികമായിട്ട് നേതാക്കൾ, അതായത് അമത്തുനാസിന് മൊത്തത്തിൽ മനസ്സിലാക്കാൻ അധികരിച്ച മദ്ദുകളും വരിക മദ് ത്വബീഇയായിരിക്കും, അസ്ലിയായിരിക്കും. അതിനെ ഇത്ര മനസ്സിലാക്കിയാൽ മതി. അതായത് നീട്ടാൻ എത്ര നീട്ടി എന്ന് പറയാൻ എത്ര നീട്ടണം. ഉദാഹരണം ആന എന്ന് ഇപ്പം മുപ്പര് പറഞ്ഞ പോലെ ആന എന്ന് നീട്ടാൻ എത്ര നീട്ടണം, ആ ഒരു നീട്ടൽ. അതിനിപ്പോൾ ഒരു അളവൊന്നും വേണ്ടല്ലോ. അപ്പൊ പ്രകൃതിയാൽ ഒരു നീട്ടി എന്ന് പറയാൻ ആവശ്യമായ ഒരു നീട്ടലാണ് അധികരിച്ച മദ്ദുകളിലും വരുന്നത്, മദ് അസ്ലി. അല്ലെങ്കിൽ ആണ് പിന്നെ അതല്ലാത്തത് ഇപ്പോൾ ഹംസ കൊണ്ടോ സുക്കൂന് കൊണ്ടൊക്കെ മാറും എന്ന് മാത്രം. പിന്നെ സാന്ദർഭികമായി 3 ഖിറാഅത്ത് മൂപ്പര് പറഞ്ഞു. ഹദർ, തദ്വീർ, അതുപോലെ തഹ്ഖീഖ് അല്ലെങ്കിൽ തജ്വീദ് എന്നൊക്കെ പറയും. അതല്ലാത്തൊരു ഓത്ത് നമ്മളെ നാട്ടിലൊക്കെ ഇപ്പോൾ താൻ അൽഫാത്തിഹ വിളിച്ചിട്ട് നമ്മൾ സാധാരണ ഓതുന്ന ഒരു ഓത്തുണ്ട്. അതിൻ്റെ പേരാണ് സംസമ. ആ ഓത്ത് കൂടി നമ്മൾ സാധാരണ നമ്മളിപ്പം ഇത് നമ്മൾ അധികരിച്ച ഓത്ത് സംസമ തന്നെ ആയിരിക്കും. അതായത് സ്വന്തം ശരീരം കേൾപ്പിക്കുന്ന രീതിയിലുള്ള ഓത്ത്. എന്നാൽ അതിലും വേണം തജ്വീദിൻ്റെ നിയമങ്ങൾ. പക്ഷേ അങ്ങനെ ഒരു ഓത്ത് കൂടി ഉണ്ട് എന്ന് സാന്ദർഭികമായി മനസ്സിലാക്കുന്നത് നന്നായി. ഓക്കെ, വളരെയേറെ ഉപകാരപ്രദമായിട്ടുള്ളൊരു അറിവാണ്. പരിശുദ്ധ ഖുർആൻ ഓതുന്ന സമയത്ത് അധികമായി നീട്ടുകയോ അല്ലെങ്കിൽ ആ നീട്ടുന്ന അളവ് കുറക്കുകയോ ചെയ്യാൻ പാടുള്ളതല്ല. നമ്മൾ സാധാരണയായി ഒരു പാട്ട് പാടുന്ന നേരത്ത് അല്ലെങ്കിൽ ഒരു ബൈത്ത് ചൊല്ലുന്ന നേരത്തൊക്കെ അതിൻ്റെ കൃത്യമായിട്ടുള്ള ഈണം ഒക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ അതിൻ്റെ നിയമങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രത്യേകമായിട്ടുള്ള ഒരു ശൈലിയുണ്ട്, ഒരു സംവിധാനമുണ്ട്. എന്ന പോലെ പരിശുദ്ധ ഖുർആനും കൃത്യമായിട്ടുള്ള ഒരു നിയമം, ഒരു ശൈലിയും ഒരു സംവിധാനമൊക്കെ ഉണ്ട്. അത് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ പാരായണം ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അല്ലേ? ബഹുമാനപ്പെട്ട സൽമാൻ ഫൈസി ഉസ്താദ് ഇൻഷാ അല്ലാഹ്, അദ്ദേഹം ഇതുപോലെ ഒരുപാട് കാലം പരിശുദ്ധമായ ഖുർആന് വേണ്ടി സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിത്വമാണ്. ലോകപ്രസിദ്ധമായിട്ടുള്ള അൽ അസ്ഹർ അടക്കമുള്ള സ്ഥാപനങ്ങളിൽ പഠനം നടത്തിയിട്ടുള്ള വലിയ യുവ പണ്ഡിതനാണ്. അപ്പോൾ അദ്ദേഹം നേരത്തെ നമ്മൾ ഉസ്താദ് സംസാരിക്കും, നദവി ഉസ്താദ് സംസാരിക്കുന്ന കൂട്ടത്തിൽ മണിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം നടത്തുകയുണ്ടായി. അതും സാധാരണയായി നമുക്ക് പൊതുജനങ്ങൾക്ക് കുറേ സംശയങ്ങൾ ഉണ്ടാകുന്ന അല്ലെങ്കിൽ കുറേ ആശങ്കകൾ ഉണ്ടാകുന്ന ഒരു മേഖലയാണ്. നമ്മൾ വിചാരിക്കും ഖുർആൻ തജ്വീദ് പഠിച്ചാൽ പിന്നെ ഖുർആൻ ഓതാത്ത ഒരു സാഹചര്യം, കാരണം അത് നിയമങ്ങൾ തെറ്റിപ്പോവോ എന്നുള്ള ഒരു പേടി കാരണത്താൽ ആ ഒരു ആശങ്കയൊക്കെ ദൂരീകരിക്കുന്ന രീതിയിൽ എങ്ങനെയാണ് നമ്മൾ അതിനെ ഒന്ന് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതി സിമ്പിളായിട്ടൊന്ന് പറയുകയാണെങ്കിൽ ഏത് രീതിയിലായിരിക്കും ഈ മണിക്കലൊക്കെ വരുന്നത് എന്നുള്ളതാണ്. ഒന്ന് പറഞ്ഞാൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദുൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. നമ്മളൊക്കെ ബഹുമാന്യരായ നസീം ഉസ്താദിൻ്റെ മനോഹരമായ പാരായണത്തിൻ്റെ ആ അലയൊലിയിൽ അലഞ്ഞു ചേർന്ന് അതിൻ്റെ വിശകലനത്തിൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉസ്താദ് ഇവിടെ ചോദിച്ച ആ ഒരു കാര്യം, പാരായണം ചെയ്യുമ്പോഴുണ്ടാവുന്ന മണിക്കൽ, അതിൻ്റെ മനോഹരമായ മണിനാദം എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനിൽ എല്ലായിടത്തും ഒരുപോലെയാണോ മണിക്കേണ്ടത്, എങ്ങനെയൊക്കെ മണിക്കാം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായിട്ട് കാണാൻ കഴിയും, മല്ലം യതഗന്ന ബിൽ ഖുർആനി ഫലൈസ മിന്ന. ഖുർആനിനെ അതിൻ്റെ മധുര പാരായണത്തിലൂടെ ഒരാൾ പാരായണം ചെയ്യുന്നില്ല എങ്കിൽ, ഇമ്പത്തോടുകൂടെ ഒരാൾ പാരായണം ചെയ്യുന്നില്ല എങ്കിൽ ഫലൈസ മിന്ന എന്നാണ്, അവൻ നമ്മളിൽ പെട്ടവനല്ല എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം പാരായണത്തിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത്, പാരായണത്തിൻ്റെ മധുരം എന്ന് പറയുന്നത് അത് ഈ മണിക്കലിലും നീട്ടലിലും തന്നെയാണ്. കാരണം അവിടെ പറഞ്ഞിട്ടുള്ള പ്രയോഗം തന്നെ മല്ലം യതഗന്ന എന്നുള്ളതാണ്.
ഒരാൾ ആ സ്വരലയത്തോടുകൂടെ പാരായണം ചെയ്യുന്നില്ല എങ്കിൽ, ആ മണിനാദത്തോടുകൂടെ പാരായണം ചെയ്യുന്നില്ല എങ്കിൽ അവൻ നമ്മളിൽപ്പെട്ടവനായി അല്ല എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം ഈ മണിക്കുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ടതാണ്. പക്ഷെ അത് എല്ലായിടത്തും ഇപ്പം നേരത്തെ മൊയ്ദ് ഉസ്താദ് ചില മിൻ വൈന അന്ത എന്നുള്ളത് പറയുന്നത് പോലെ അവിടെ നമ്മൾ മണിക്കുക, അവിടെ നമ്മൾ മണിക്കൂല. ഇത് വിശുദ്ധ ഖുർആനിൽ മണിക്കേണ്ട സ്ഥലങ്ങൾ എവിടെയാണ് എന്നുള്ളത് കൃത്യമായി നിയമങ്ങളിലൂടെ പഠിപ്പിക്കപ്പെടുന്നതും അത് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുതൽ പഠിപ്പിച്ച് അത് സ്വഹാബാക്കളിലൂടെ കൈമാറി വന്ന് അത് പണ്ഡിതന്മാർ പഠിപ്പിച്ച ആ സ്ഥലങ്ങളിൽ മാത്രമേ മണിക്കാനും നീട്ടാനൊക്കെ പാടുള്ളൂ. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ആ ഹർഫുകൾ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നൗമി, നൂന്, വാവു, മീമ്, യാ, ഈ അക്ഷരങ്ങളുടെ മുമ്പ് നൂന് സാക്കിനായി വരികയാണെങ്കിലാണ് ഒന്ന് മണിക്കുക. മറ്റൊന്ന് സാക്കിനായ മീമിന് ശേഷം മീമ് വരികയാണെങ്കിലാണ് മണിക്കുക. ഇതൊക്കെയാണ് അതിൻ്റെ നിയമം. എല്ലായിടത്തും അത് മണിക്കാൻ പാടില്ല. ഇപ്പോൾ നമ്മളെ ചില മലയാള ഗാനങ്ങളിലൊക്കെ അങ്ങനെ തന്നെയാണ്. അത് മാത്രമല്ല, മണിക്കേണ്ടത് എത്രയാണ് എന്നുള്ളതിനും കണക്കുണ്ട്. ഉസ്താദ് ഇവിടെ നേരത്തെ പാരായണം ചെയ്ത ഒരു സ്ഥലമാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വജഅൽ ലീ ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ. അവിടെ ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ. അവിടെ ഉസ്താദിൻ്റെ ആ മണിക്കൽ നമ്മൾ കൃത്യമായി അളന്നു. അത് നമ്മൾ ഒരു സാധാരണ ഒരു ആളുകൾക്ക് വ്യക്തമാക്കി പറയുകയാണെങ്കിൽ ശരിക്കും 2 വിരലുകൾ മടക്കുന്ന സമയം. അങ്ങനെയാണ് കാര്യങ്ങൾ അതിൻ്റെ ഭാഷ. വജഅൽ ലീ ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ. അതോടുകൂടെ അതിൻ്റെ സമയം അവസാനിക്കുകയാണ്. ഇനി അത് ഉസ്താദ് നേരത്തെ ഓതിയ, പിന്നെ ഉസ്താദ് നേരത്തെ ഇവിടെ ഉസ്താദ് മൊയ്ദ് ഉസ്താദ് പറഞ്ഞതുപോലെ തഹ്ഖീഖിയായ പാരായണത്തിലാണെങ്കിൽ അതിന് ഒന്നുകൂടി സമയം ലഭിക്കും. അപ്പം വജഅൽ ലീ ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ. തഹ്ഖീഖിയായ പാരായണമായപ്പം അതിൻ്റെ നമ്മൾ ആ കാണിക്കുന്ന ആക്ഷൻ കുറച്ച് സമയം എടുത്തിട്ട് വേണം. അവിടെ കുറച്ചുകൂടി സമയം കിട്ടും. എന്നാൽ പോലും ഇതിൽ ആത്യന്തികമായി മനസ്സിലാക്കേണ്ടത്, ഈ മണിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഇതിൽ ഹിഫ്ള് പഠിക്കുന്നു, അതുപോലെ തന്നെ ഖുർആനുമായി ബന്ധപ്പെട്ട പണ്ഡിതന്മാരുടെ ഒരു സദസ്സാകുമ്പോൾ 2 ഹറക്കത്ത് അവരുടെ ഭാഷ അനുസരിച്ച് പറയണം. അതിനേക്കാൾ കൂടുതൽ മണിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഏറുകയാണെങ്കിൽ അത്രയേ പാടില്ല. അപ്പോൾ ഉസ്താദ് നേരത്തെ ഓതിയ സ്ഥലങ്ങളിലൊക്കെ وَاجْعَلْ لِي لِسَانَ صِدْقٍ فِي الْآخِرِينَ وَاجْعَلْنِي مِنْ وَرَثَةِ جَنَّةِ النَّعِيمِ. സാധാരണ ചില ആളുകളുടെ പാരായണത്തിൽ എന്ന് പറഞ്ഞ് അവരുടെ സുർഅത്തിന്, അതായത് അവരുടെ തഹ്ഖീഖോ ഹദറോസ് ഒന്നും അല്ലാത്തതിനെ അതിന് വിട്ട് കടന്നുകൊണ്ടുള്ള ഒരു പാരായണ ശൈലി കാണാറുണ്ട്. എന്നാൽ അപ്പോൾ ഇവിടെ ആകത്തുക മനസ്സിലാക്കേണ്ടത്, ആ പാരായണത്തിൻ്റെ മധുരം എന്ന് പറയുന്നത് ഈ പിന്നെ മണിക്കലിലാണ്. അതിൻ്റെ ആ വബുത്തോടുകൂടെ, ആ കൃത്യതയോടുകൂടെ നിർവഹിക്കപ്പെടണം. തീർച്ചയായും ഇത് നീട്ടേണ്ട സ്ഥലത്ത് കൃത്യമായ അളവിൽ നീട്ടുകയും മണിക്കേണ്ട സ്ഥലത്ത് കൃത്യമായ അളവിൽ മണിക്കുകയും ചെയ്യുമ്പോഴാണ് അതിന്റെ ആ ഭംഗി കറക്റ്റായിട്ട് നമുക്ക് ആസ്വദിക്കാനൊക്കെ കഴിയും. നമ്മളെ പാരായണം, നമുക്കൊരു ട്യൂണുണ്ട്, ആ ട്യൂൺ അനുസരിച്ച് ഖുർആനിന്റെ പദങ്ങളെ പാരായണം ചെയ്യുക എന്നുള്ളത് ഒരിക്കലും ഇതിന്റെ നിയമങ്ങളോട് യോജിച്ചതല്ല. ഇപ്പോൾ ഈ 3 ഉസ്താദുമാരുടെയും സംസാരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതെന്ന് പറഞ്ഞാൽ, തജ്വീദിന്റെ നിയമങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളതിങ്ങനെ എന്തോ ഒരു ദൂരത്ത് നിന്ന് നോക്കിക്കാണുമ്പോഴുള്ള ആ ഒരു സങ്കീർണതയോ ഒന്നുമില്ല. മദ് എന്ന് പറയുമ്പോൾ ഒരു അലിഫിന്റെ കതിർ, നീട്ടുക എന്ന് പറയുമ്പോൾ 2 വിരൽ മടക്കുന്ന കതിർ, അത്രയും നമ്മൾ മണിക്കുമ്പോൾ അത് 2 വിരൽ മടക്കുന്ന കതിർ. ഇങ്ങനെയാണ്. അതിൽ കൂടുതലായിട്ടോ നമ്മളിങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ട് അത് പഠിച്ചെടുക്കേണ്ട ഒരു സാഹചര്യം ഒന്നുമില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഡ്രൈവിംഗ് അറിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം വണ്ടി ഓടിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ളൊരു സംഗതിയാണ്. പക്ഷേ ഡ്രൈവിംഗ് ഒരുപാട് പരിശീലിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഗിയർ മാറ്റുന്നതോ അല്ലെങ്കിൽ അയാൾ അതിനെ നിയന്ത്രിക്കുന്നതോ അയാൾ പോലും അറിയുന്നുണ്ടാവില്ല. അത് അവരുടെ ഉപബോധ മനസ്സിൽ അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കും. എന്ന പോലെ നമ്മൾ എത്ര വേഗതയിൽ ഓതിയാലും തജ്വീദിന്റെ നിയമങ്ങൾ ശരിക്ക് പഠിച്ചു പരിശീലിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് പാലിക്കുക എന്നുള്ളത് അയാൾ പോലും അറിയാതെ അയാളുടെ ഖിറാഅത്തിൽ അത് വന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. പിന്നെ നമ്മൾ ബാക്കി ഉസ്താദിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. ഉസ്താദിന്റെ പാരായണം നമ്മളൊക്കെ കേട്ടു. ഓരോ അക്ഷരങ്ങളും കൃത്യമായി
ഉച്ചരിക്കുന്ന അതിൻ്റെ സ്ഫുടതയോടുകൂടി നമ്മൾ പിന്നെ അറബികളൊക്കെ ഖുർആൻ ഓതുമ്പോൾ നമ്മൾ കേൾക്കുന്ന ആ ഒരു സ്ഫുടതയോടുകൂടിയാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് ഓരോ അക്ഷരങ്ങളുടെയും ഉച്ചാരണം നമ്മുടെ മുമ്പിൽ പിന്നെ പ്രകടിപ്പിച്ചത്. അപ്പോൾ അത് എങ്ങനെയാണ് ആ ഒരു ഉച്ചാരണ ശൈലി ആ ഒരു സ്ഫുടതയിലേക്ക് എത്തിച്ചേരുന്നത്? ഇവിടെ അൽഹംദുലില്ലാഹ് ഏകദേശം തജ്വീദിൻ്റെ നിയമങ്ങളുടെ ഇതിലൂടെ ഒരു സഞ്ചാരം നടത്തിയല്ലോ. ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് മഖാരിജ് സിഫാത്തുകൾ അറിയാന്നുള്ളത്. ഇപ്പം നമ്മൾ സാധാരണഗതി നമ്മൾ കാക്ക കരയുമ്പോൾ അത് കാഫാണോ അല്ല ഖാ ആണോ കാഫാണോ എന്ന് ചോദിച്ചാൽ പലരും ചിലർ ഖാ എന്ന് പറയും, ചിലർ ഖാ എന്ന് പറയും. പല അഭിപ്രായങ്ങളായിരിക്കും. എന്നാൽ യഥാർത്ഥത്തിൽ അത് വെറും ഒരു ശബ്ദം മാത്രമാണ്. അതിന് ഒരക്ഷരം എന്ന് പറയൂല. ഒരു അക്ഷരമാകുന്നത് അതിന് നിർണയിക്കപ്പെട്ട സ്ഥലത്ത് നിന്ന് അത് പുറപ്പെടുമ്പോൾ അല്ലെങ്കിൽ പുറപ്പെടുവിക്കുമ്പോൾ മാത്രമാണ് അതിന് അക്ഷരം എന്ന് പറയാം. നമ്മൾ പല ആളുകളും അൽഹംദുലില്ലാഹ് ഒരു പരിധി വരെ നമുക്ക് അള്ളാഹു ചെയ്ത ഈ വലിയ അനുഗ്രഹം അഥവാ ഈ സമസ്ത എന്ന മഹത്തായ സംവിധാനത്തിലൂടെ നമുക്കൊക്കെ കുറേ പഠിക്കാൻ സാധിച്ചു. പക്ഷേ ഇവിടെ നമുക്ക് അൽഹംദുലില്ലാഹ് മഖ്റജുകൾ ഒരുപാട് ആളുകൾക്ക് ശരിയായിട്ടുണ്ടെങ്കിൽ കൂടി സിഫാത്തിൻ്റെ വിഷയത്തിൽ നാം അറബികളുടെ അത്ര അങ്ങോട്ട് എത്താത്തത് കൊണ്ട് തന്നെ അത്ര അങ്ങോട്ട് മനോഹരമായിട്ട് നമുക്ക് ഓതാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഇഖ്റഉ ബിലുഹൂനിൽ അറബ് ശരിക്കും നമ്മൾ കോപ്പി അടിക്കേണ്ടത് അറബികളുടെ ഖിറാഅത്തും അവരുടെ ശൈലിയും ഇതൊക്കെയാണ്. അപ്പം അതിലേക്ക് നമ്മൾ എത്താൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മഖ്റജുകൾ നമ്മൾ ക്ലിയർ ആക്കുന്നതോട് കൂടെ തന്നെ അതിന് അത്യാവശ്യമായ സിഫാത്തുകളെ കൂടി കൊടുക്കുക. പ്രത്യേകിച്ച് ഉദാഹരണം അക്ഷര സ്ഫുടതയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന സാധനം എന്ന് പറഞ്ഞാൽ ഇസ്തിഅല ഇസ്തിഫാലിൻ്റെ അക്ഷരങ്ങൾ തഫ്ഖീം ചെയ്യേണ്ട കനപ്പിക്കേണ്ട അക്ഷരങ്ങളെ കനപ്പിക്കുകയും നേർപ്പിക്കേണ്ട അക്ഷരങ്ങളെ നേർപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് ഓത്താകുന്നത്. ഇനി എത്ര നീട്ടിയാലും നമ്മൾ എത്ര മണിച്ചാലും ഉദാഹരണം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നമ്മൾ ഓതും. ലാ എന്ന് പറയുമ്പോൾ അവിടെ ശരിക്കും ഐനും ഇല്ല, മഖ്റജനെ ക്ലിയർ ആയിട്ടില്ല, അതോടുകൂടി എന്തുമില്ല, സിഫാത്തും ഇല്ല. അപ്പം അത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നാക്കിയിട്ട് ഓതാൻ ശ്രദ്ധിക്കുക. അതുപോലെ അർറഹ്മാനി എന്നുള്ള ഓതുന്നത്, നഅ്ബുദു ഓതുന്നത്, ഇതൊക്കെ നമ്മൾ മാറ്റി അതിൻ്റെ മഖ്റജിൽ നിന്നും സിഫത്തിൽ നിന്നും എടുത്ത് ഓതാൻ വേണ്ടി പരിശീലിക്കുമ്പോഴാണ് ഓത്തായി മാറുന്നത്. നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വൈകിയ വേളയിൽ എനിക്ക് അറിയോ സമയമുണ്ടെങ്കിൽ നമുക്കൊരു ഫാത്തിഹ വേണമെങ്കിൽ ഒന്ന് റൗണ്ട് അടിച്ച് പോയാൽ കേൾക്കുന്നവർക്ക് അത് വലിയൊരു ഉപകാരമായി മാറുമെന്ന് എനിക്ക് തോന്നാം. ഒരു ആയത്ത് വെച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ട് അതിലുള്ള തെറ്റുകൾ, വ്യാപകമായ തെറ്റെന്താണെന്ന് ഒന്ന് പറഞ്ഞു കൊടുത്താണ്ട് പോവുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് തീർക്കുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ തന്നെ തോന്നുന്നു. കാരണം ഫാത്തിഹയാണ് ഖുർആന്റെ നിസ്കാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയല്ല. കേൾക്കുന്ന ആളുകൾക്ക് ഒരു ഉപകാരപ്രദമായ ഒരു അറിവും കൂടി ആകും എന്ന് തോന്നുന്നു. ഒരു ഖൗലിയായ 4 റുക്നുകളെ നമുക്ക് എടുക്കാം അല്ലേ? തക്ബീറത്തുൽ ഇഹ്റാമിൽ ഫസ്റ്റ് നമ്മൾ അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട അള്ളാഹ് എന്ന് പറയുമ്പോൾ പല ആളുകളും നാവിൻ്റെ തല പല്ലിൻ്റെ താഴേക്ക് ഇറങ്ങുന്നു. അത് വാഇൻ്റെ മഖ്റജാണ്. അതായത് ത്വാഇന് പുള്ളിട്ട് വാഇൻ്റെ മഖ്റജിലേക്കാണ് പോകുന്നത്. അത് ലാ എന്ന് പറയുന്ന ആ മക്കാനിൽ വെച്ച് തന്നെ പറഞ്ഞ് ശീലിച്ചാൽ മാത്രമേ നമുക്ക് തക്ബീറത്തുൽ ഇഹ്റാം ശരിയാകുള്ളൂ. അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് അവിടെ തന്നെ വെച്ചിട്ട് അള്ളാഹ് എന്ന് പറഞ്ഞ് ശീലിക്കുകയാണെങ്കിൽ മാഷാ അള്ളാഹ് നമ്മുടെ ഖൗലിയ റുക്നിൻ്റെ ആദ്യത്തേത് നമുക്ക് ശരിയാക്കാൻ സാധിക്കും. അല്ലാഹു അക്ബർ ഇൻഷാ അള്ളാഹ്. ഇനി നമുക്ക് ഫാത്തിഹ അങ്ങനെ ഒന്നാണ്ട് ഒരു ആയത്ത് വെച്ചിട്ട് ഒന്നാണ്ട് റൗണ്ട് അടിച്ച് വരാം. അപ്പോൾ ഈ തജ്വീദിൻ്റെ പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം മറ്റുള്ള വിജ്ഞാനങ്ങളെ പോലെ അല്ല. സ്വന്തമായി ഒരാൾ പഠിക്കണമെന്ന് വിചാരിച്ചാൽ പഠിക്കാൻ കഴിയാത്ത ഒന്നാണ് തജ്വീദിൻ്റെ വിജ്ഞാനം എന്ന് പറയുന്നത്. ഖുർആൻ്റെ പാരായണം എന്ന് പറയുന്നത് ഒരാൾ സ്വന്തമായി പുസ്തകങ്ങൾ വാങ്ങി തജ്വീദിൻ്റെ നിയമങ്ങൾ കാണാതെ പഠിച്ചു അങ്ങനെ ഖുർആൻ ഓതിയാൽ ഒരിക്കലും ഖുർആൻ ആവില്ല. അത് ഒരു ഗുരുമുഖത്ത് നിന്ന് തന്നെ പഠിക്കണം. നമ്മളൊരാൾക്ക് ഓതി കൊടുക്കുമ്പോഴാണ് നമ്മുടെ തെറ്റുകൾ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അല്ലാതെ നിയമങ്ങൾ കാണാതെ പഠിച്ചത് കൊണ്ട് ഒരിക്കലും ഖുർആൻ ഓതാൻ ഒരാൾക്കും കഴിയില്ല. അതാണ് തജ്വീദിൻ്റെ ഒരു വലിയ പ്രത്യേകത. പോസ്റ്റലായിട്ടുള്ള കോഴ്സ് അത് ഒരിക്കലും തജ്വീദിനെ ഒരിക്കലും കഴിയൂല. നീന്തൽ പഠിക്കുന്നത് പോലെയാണ്. നീന്തൽ പഠിക്കേണ്ട നിയമങ്ങളൊക്കെ കാണാതെ പഠിച്ചിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങിയാൽ അതുപോലെ തന്നെയാണ് ഖുർആൻ. പല ആളുകളും ചില മലയാളത്തിൽ ഖുർആൻ ഓതുന്നത് കേൾക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഒരു മലയാളത്തിൽ അവർ പഠിച്ച അക്ഷരങ്ങളനുസരിച്ച് ഖുർആൻ ഓതുന്നത്. അപ്പോൾ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഓതേണ്ടി വരും. അത് ഖുർആനല്ല, അത് മറ്റൊരാൾക്ക് ഓതിക്കൊടുത്തൊരു ഗുരുമുഖത്ത് നിന്ന് തന്നെ പഠിക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത.
അപ്പം നമുക്ക് ഒരായത്തായിട്ട് പെട്ടെന്നാണ്ട് പറഞ്ഞു തീർത്താൽ നമ്മളെ വിഷയത്തിലില്ലാത്തതാണെങ്കിൽ പോലും അത് ആളുകൾക്ക് വലിയൊരു മറ്റൊരു ഉപകാരമാണ്. കാര്യം ഉസ്താദ്, തജ്വീദിന് പ്രത്യേക കാലമല്ല എന്നുള്ളതാണ്. തജ്വീദ് പഠനത്തിന് പ്രത്യേകം ഓരോ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഓരോ ആളുകളുടെയും നാവിൻ്റെ വഴക്കത്തിനനുസരിച്ച്. അപ്പോൾ ഉസ്താദ് നേരത്തെ പറഞ്ഞതിനോടൊന്ന് ആഡ് ചെയ്യും. നമ്മൾ ഫാത്തിഹ തുടങ്ങിയാലോ? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മൾ വ്യാപകമായ തെറ്റെന്താണെന്നുള്ള ഓരോ ആയത്തുകളിലുള്ളതൊന്ന് വേഗമാണ് പറഞ്ഞു പോയാൽ അത് വലിയൊരു ഉപകാരമായിരിക്കും. ആദ്യമായിട്ട് നിങ്ങൾ തുടങ്ങി, സൽമാൻ ഉസ്താദ് തുടങ്ങിക്കോളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വ്യാപകമായി വരുന്നൊരു തെറ്റ് അതിൽ ഒരു തുടക്കം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇതിൽ പൊതുവെ കണ്ടുവരുന്ന സാധാരണ എല്ലാവർക്കും പൊതുവെ സംഭവിക്കുന്ന ഒരു അശ്രദ്ധ മൂലം ഉണ്ടാവുന്നതാണ് ബിസ്മില്ലാഹി. ബിസ്മില്ലാഹി എന്നാണ് പലരും പറയുന്നത്. ബിസ്മില്ലാഹി അതിലേറെ അപകടമായിട്ട് എവിടെ വരുന്ന എന്താ അറിയോ? ബിസ്മില്ലാഹി. അതായത് ഒരുപാട് ഉസ്താദന്മാരെ പിന്നിൽ ഇമാം തുടരുമ്പോൾ നമുക്ക് കേൾക്കുന്നതാണ്. എവിടുത്തെ അറിയോ? ബിസ്മില്ലാഹി. അതുപോലെ സിറാത്തല്ലദീന അൻഅംത അലൈഹി. അതായത് എന്താ പ്രശ്നം വെച്ചെങ്കിൽ ഹായിന് കെസ്റ് വരുമ്പോൾ ഹാ ഹു ഒക്കെ റെഡി ആയിരിക്കും. ഹായിന് കെസ്റായിട്ട് വരുമ്പം ഹി എന്ന് പറയാനുള്ള ടൈറ്റ് കൊണ്ട് സിമ്പിളായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ബിസ്മില്ലാഹി എന്ന വളരെ സിമ്പിളായിട്ട് എടുക്കുമ്പോൾ സത്യത്തിൽ നാവിന്റെ മധ്യഭാഗത്ത് എടുക്കാതെ നാവിൻ്റെ വായൻ്റെ ഉള്ളിൽ നിന്ന് നാവും എണ്ണാക്കുമായി വരഞ്ഞിട്ടും ഇങ്ങനെ വരുന്നൊരിത് അത് അക്ഷരമായി മാറും. ഹൽക്കിൽ നിന്നും വരുന്ന അക്ഷരമല്ലാത്തത് കൊണ്ട് നാവിൽ നിന്നാണ് വരുന്നത്. നാവിന്റെ മധ്യഭാഗത്ത് നടന്നു വരുന്നത് തൊണ്ടയിൽ നിന്ന് വരുന്നില്ല. അത് വ്യാപകമായൊരു ഇമാമിങ്ങളുടെ ഇടയിൽ പോലും ഉണ്ട്. അത് ശ്രദ്ധിച്ചാൽ വളരെ ശ്രദ്ധിക്കൽ അത്യാവശ്യമായൊരു തെറ്റ്. ഇതിൽ വളരെ ദഖീഖായ ഒരു കാര്യം പറയാം. വ്യാപകമായതൊന്ന് പറഞ്ഞു. ദഖീഖായ ഒരു പിഴവെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ട്യൂൺ എടുക്കുന്ന ആളുകളാണ്. അപ്പോൾ അർ റഹീം ഈ നീട്ടലിൽ ശരിക്ക് മണിനാദമില്ല. റഹീം ആ നീട്ടലിൽ മണിനാദമില്ല. നമ്മളൊക്കെ ട്യൂണിൻ്റെ ആളുകളാണ്. റഹീം ഇതിപ്പോൾ മണിനാഥ് നമ്മുടെ തരിമൂക്കിൽ നിന്നാണ് വന്നത്. അവിടെ ശരിക്ക് നേരത്തെ പറഞ്ഞ ദീർഘം മാത്രമേ ഉള്ളൂ. റഹീ. അപ്പം അത് വലിയ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കും. അതൊരു ദഖീഖായ തെറ്റാണ്. പണ്ട് മദീനത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ലാഇൻ്റെ മഖ്റജ് ചോദിക്കാൻ പോയതാണ്. അപ്പോൾ എന്നോട് ഞാൻ ഉസ്താദെ ലാഇൻ്റെ മഖ്റജ് എങ്ങനെ? വാലിമീൻ എന്ന് പറഞ്ഞപ്പോൾ അയാൾ ലാ അല്ല നോക്കിയത്, ഒന്നുകൂടി ഓതാൻ പറഞ്ഞു. മീൻ എന്ന് പറഞ്ഞപ്പം എന്തിനാ യാഇനെ മണിക്കുന്നു ചോദിച്ചു. അപ്പോൾ എന്താ വെച്ചെങ്കിൽ നിങ്ങൾ പറഞ്ഞ ആ ദഖീഖായ തെറ്റ് കൂടുതൽ വരാൻ സാധ്യത എവിടെ അറിയോ? മീമിൻ്റെയും നൂവിൻ്റെയും ശേഷം. കാരണം എന്താ? അതിനോട് തുടർന്ന് വരുന്ന മദ്ദിലാണത് മറ്റക്ഷരത്തിൽ. കാരണം പ്രധാനം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളതിലും ചിലർ മണിക്കുന്നത്. അതോടുകൂടെ അതിലേറെ അൽഹംദുലില്ലാഹി റബ്ബിൽ, അതായത് മീമോ നൂനോ നമ്മുടെ പരിസരത്തൂടെ പോയാൽ മതി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പം അവിടെ ആ ദഖീഖായ തെറ്റ് എങ്ങനെ നമുക്ക് ഒഴിവാക്കാം എന്ന് ചോദിച്ചാൽ അത് എങ്ങനെ മനസ്സിലാക്കും, എങ്ങനെ ഒഴിവാക്കും വെച്ചാൽ അപ്പം ഇങ്ങനെ പിടിച്ചിട്ട് അവർ കാണിച്ചു തരില്ല. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഇങ്ങനെ ആക്കുമ്പോൾ മീൻ ഇങ്ങനെ മൂക്കിൽ നിന്ന് ആ സ്വരം വരുന്നുണ്ടെങ്കിൽ അവിടെ അത് വരുന്നുണ്ട്. ഇല്ല എങ്കിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ മൂക്കി നോക്കുമ്പോൾ എന്ത് വരില്ല? ആ ഉന്നത്ത് വരില്ല എന്നുള്ളതാണ് ആ വ്യത്യാസം. അപ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അതിൻ്റെത് പറഞ്ഞു. അടുത്ത ആയത്തുകളിലേക്ക് കടക്കുകയാണെങ്കിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഇതിൽ വ്യാപകമായിട്ട് വരുന്ന തെറ്റ് ഐനിൻ്റെതാണ്. പിന്നെ അർ റഹ്മാനിർ റഹീം നമ്മൾ പറഞ്ഞു. മാലികി യൗമിദ്ദീൻ ഇവിടെ കൂടുതലായി ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തഫ്ഖീമ് തർത്തീക്കിൽ മാലിക്കി എന്ന് പറയാതെ മാലിക്കി എന്ന് നേർപ്പിച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. മാലികി യൗമിദ്ദീൻ. വേറെ അതിൽ മാലിക്കി എന്നുള്ളിടത്ത് ചില ആളുകൾ കൂടുതൽ നീട്ടാറുണ്ട് സമയത്ത്. അൽഹംദുലില്ലാഹി എന്നുള്ളിടത്തും അങ്ങനെ തന്നെ ചില ആൾക്കാർ ശൈലിയൊക്കെ എടുക്കുമ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ അങ്ങനെ കൂടുതലായിട്ട് ശൈലി ഒന്ന് ഉഷാറാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാറുണ്ട്. ഒരിക്കലും ഓവറായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ നീട്ടാൻ പാടില്ല. അതേപോലെ തന്നെ മാലിക്കി എന്നുള്ളത് കൂടുതൽ നീട്ടാൻ പാടില്ല. ഒരു അലിഫിന്റെ സമയമാണ് നീട്ടേണ്ടത്. മാലിക്കയിൽ നീട്ടിയ ആൾ നീട്ടുകയാണെങ്കിൽ അയാൾ അൽഹംദുലില്ലാ അവിടെ മുതൽ തന്നെ നീട്ടി വരണം. കാരണം മാലിക്കിന്റെ അതേ മദ്ദന്നാനിൽ ഇല്ല എന്ന് പറഞ്ഞുകൊടുത്തുള്ളത്. അപ്പൊ അയാൾ നീട്ടൽ തുടങ്ങുകയാണെങ്കിൽ റഹ്മാ അവിടുന്ന് മുതൽ തന്നെ എന്താവണം? അല്ല, അതായത് അയാൾക്ക് ആ മദ്ദില്ല ശരിക്കും. അതെ,
പരിഗണിക്കുകയാണെങ്കിൽ അവിടെയൊക്കെ പരിഗണിക്കണം. പ്രശ്നം എന്താ വെച്ചെങ്കിൽ മദ്ദിനെ കുറിച്ചൊരു വിവരമില്ലാത്തതുകൊണ്ടാണ് ഉണ്ടാകുന്നത്. പിന്നെ ഈ എന്നുള്ള വ്യാപകമായ മദ് ചില കേൾവികളിൽ നിന്നുണ്ടാകുന്ന, പക്ഷേ അത് അവിടെ ഒരു അവരുടെ നീട്ടുന്നതിന് എന്താണ് അവർക്ക് ന്യായം അല്ലാഹു ആലം. പക്ഷേ അവിടെ അങ്ങനെ ഒരു മദ്ദില്ല. മദ് അസ്ലിയായ ഒരു അലിഫിൻ്റെ മദ് തന്നെയാണ് അവിടെ ഉള്ളത്. അത് പ്രത്യേകം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന നന്നായിരിക്കും. പിന്നെ അടുത്ത ആയത്തിലേക്ക് നമ്മൾ കിടക്കാല്ലേ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇവിടെ പിന്നെ പ്രധാനമായിട്ടുള്ളത് ഇയ്യാക എന്നുള്ളതിലെ ശബ്ദാണ് ഇയ്യാക. പിന്നെ നഅ്ബുദു എന്നുള്ളതിലെ ഐൻ. അതേപോലെ തന്നെ വ ഇയ്യാക നസ്തഈൻ, അവിടെയും ഐനാണ് പിന്നെ പ്രധാനമായിട്ടും നഷ്ടപ്പെട്ടു പോകാറുള്ളത്. ചില ആളുകൾ സ്വാദായിട്ട് അങ്ങനെ ആവാറുണ്ട്. അവിടെ ചിലർ ഒന്നുകിൽ അയക്കും, ചിലർ ഇയ്യാക എന്ന് പറയും. രണ്ടും അല്ല, ഇയ്യാക ഇയ്യാക നഅ്ബുദു നഅ്ബുദു. അതുപോലെ അവിടുത്തെ ലമ്മുകൾ ശ്രദ്ധിക്കണം. അതുപോലെ നഅ്ബുദു വ അവിടെ വീണ്ടും ഇയ്യാക ആവർത്തിച്ചു വരും. പിന്നെ ഓത്തിൻ്റെ പിന്നെ അതിൻ്റെ മധുരം, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ മധുരം ലഭിക്കണമെങ്കിൽ അതിൻ്റെ സിഫത്ത് കിട്ടാൻ നസ് എന്ന് പറയാതെ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, സീനിനെ അതിൻ്റെ സ്വരത്തെ അയച്ചു വിട്ടുകൊണ്ട് സഫീറത്ത് എടുത്തുകൊണ്ടിട്ട് പരിശീലിക്കുന്നത് ഇമാമിയങ്ങൾ, പ്രത്യേകിച്ച് ഇമാമിയങ്ങൾ തന്നെ ശ്രദ്ധിക്കുമ്പോൾ ഓത്ത് ഭംഗിയാക്കാൻ അത് ഒരു കാരണമായിരിക്കും. ബിസ്മിയ അവിടുത്തെ അതുപോലെ തന്നെ എന്ന് പറയാതെ പറഞ്ഞതിൻ്റെ ആകത്തുക മടങ്ങുന്നത് നേരത്തെ പറഞ്ഞ സിഫത്തിലേക്കും മഖ്റജിലേക്കും തന്നെ. പറഞ്ഞല്ലോ കുറച്ചൊരു സമൻ ബൈനി വേണം എന്നതാണ് അതിൻ്റെ അറബിയിൽ പറഞ്ഞാൽ. നസ്തഈൻ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി സമയം അധികം വേണം, അത് റിഹ്വാണ് എന്നത്. അതായത് ഈ ഭാഷകൾ മുഴുവൻ മടങ്ങുന്നത് സിഫത്ത് മഖാരിജ് എന്നതിലേക്കാണ് ആത്യന്തികമായിട്ട്. അതായത് തജ്വീദ്, അതായത് പിന്നെ വലിയ വലിയ പിന്നെ ഇമാമുകളാവണം അങ്ങനെയൊക്കെ താല്പര്യപ്പെടുന്ന ആളുകൾ ആദ്യമേ പഠിക്കേണ്ടത് കുറേ രീതികളല്ല, തജ്വീദ് തന്നെയാണ്. ഇനി രാഗല്ലെങ്കിൽ പോലും അവൻ ഈ നിയമങ്ങൾ ഉഷാറാണെങ്കിൽ മാഷാ അല്ലാഹ് അതിൽ തന്നെ ഒരു ബർക്കത്ത് ലഭിക്കും. അടുത്ത ആയത്തുകളിലേക്ക് പോയാൽ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ഇവിടുത്തെ തെറ്റ് എന്തായിരിക്കും അധികമായിട്ടും വരുന്നത്? ഇവിടെ പ്രത്യേകമായിട്ടും സ എന്നുള്ള ഉച്ചാരണം, ഇഹ്ദിനസ്, അത് ഇഹ്ദിനസ്സി, അതല്ലെങ്കിൽ ചില ആളുകൾ ഉച്ചരിക്കുമ്പോൾ ഇഹ്ദിനസ്സി, സീനും വാവും കൂടി സുവി എന്നുള്ള ആ രൂപത്തിൽ ഇഹ്ദിന സിറാത്ത എന്ന് പറയാറുണ്ട്. അതാണ് ഒന്ന് ശ്രദ്ധിക്കാനുള്ളത്. ഇഹ്ദിന എന്നുള്ള ഹാ ശ്രദ്ധിക്കേണ്ടതാണ്. അതിനേക്കാൾ കൂടുതലാണ് ഇഹ്ദിന സൈ എന്ന് പറയുന്ന സ്വാദ്. അതേപോലെ തന്നെ അതിന് തൊട്ടപ്പുറത്ത് ഉച്ചരിക്കുന്ന സമയത്ത് ഇഹ്ദിന സിറാത്തൽ സിറാത്ത, ത എന്നുള്ളതും തുവ അല്ല, താവും വാവും കൂടെ തുവ അല്ല, ത എന്നുള്ളത് വായൻ്റെ ഉള്ളിൽ തന്നെ വരണം, ത എന്നുള്ളത്. അതേപോലെ അത് കഴിഞ്ഞാൽ ആ താ ചിലപ്പോൾ എന്താവും ത ആയി പറയാം, മുസ്തഖീം എന്ന് പറയാറുണ്ട്. അപ്പോൾ ഏത് അക്ഷരമാണോ ആ അക്ഷരം തന്നെ കറക്റ്റ് ആവുക എന്നുള്ളതാണ്. താ ത ആവാൻ പാടില്ല, ത ആവാനും പാടില്ല. പിന്നെ അവിടെ പിന്നെ കൂടുതൽ നല്ല കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം പറയുകയാണെങ്കിൽ മുസ്തഖീം, ഖീം എന്നുള്ളതാണ് അവിടെയുള്ള ശബ്ദം. ശരിക്കും ഖാഫിനെ സംബന്ധിച്ചിടത്തോളം ഖ എന്നൊക്കെ ഉച്ചരിക്കുന്ന ശബ്ദമാണ്, ഖ ഖു എന്നൊക്കെ ഉച്ചരിക്കുന്ന ശബ്ദമാണ്. പക്ഷെ അത് മക്സൂർ ആകുമ്പോൾ, കസറത്താകുമ്പോൾ മുസ്തഖീം എന്നതാണ് അതിൻ്റെ ശബ്ദം. അവിടെ പിന്നെ മുസ്തഖീം എന്ന് പറയുന്ന ഒരു പ്രവണത നല്ല കാര്യങ്ങൾക്കുണ്ടാകും. അവിടെ ഒന്നുകൂടി മനസ്സിലാക്കാൻ, വ്യക്തമായി മനസ്സിലാക്കാൻ പറയാൻ നല്ലത്, അതായത് ഈ വസാദുദാദും താഉദാഉം മുത്ബഖുണ്ട്. ഈ തുബാഖിൻ്റെ അക്ഷരങ്ങൾക്ക് കെസ്റായിട്ട് വരികയാണെങ്കിൽ പോലും സി തി ളി അങ്ങനെ പറയും, സി തി, അതുപോലെ ളി അങ്ങനെ എന്ത് അതിൻ്റെ അതിനാ മർത്തബ എന്ന് പറഞ്ഞാൽ കെസ്റാണെങ്കിൽ പോലും അതിനെന്ത് ചെയ്യണം, ഈ തുബാഖിൻ്റെ അക്ഷരമായതുകൊണ്ട് ശ്രദ്ധിക്കണം. അതേസമയത്ത് ഇസ്തിഅലാൻ്റെ അക്ഷരങ്ങളിൽ നിന്നുള്ള ഖാ, ഗൈന്, അതുപോലെ ഖാഫ്, ഈ മൂന്ന് അക്ഷരങ്ങൾ അതിന് ഒഴിഞ്ഞു നിൽക്കും. അപ്പോൾ ഖീല, ഗീള, അതുപോലെ തന്നെ അതായത് ആളുകൾക്ക് അങ്ങനെ പറയുമ്പോൾ ഇതിന്റെ ഇസ്തിഅല നഷ്ടപ്പെട്ടോ എന്നാണ്, അതിനാണ് ഖീ എന്നാക്കുന്നത്. അത് ഖീം എന്ന് തന്നെയാണ്. ദഖീഖായ ഒരു കാര്യമാണ്. നല്ല ആളുകൾ പോലും ഇസ്തിഅലയെ പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും തഫ്ഖീമിന്റെ ഏറ്റവും താഴെ മർത്തബയെ മാത്രം പ്രകടിപ്പിക്കേണ്ട. അവിടെ ഇതിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടത് എന്ന് പറയും, ഇഹ്ദീന പറയാതെ അയച്ച് ഒന്നുകൂടി ഇഹ്ദീന
ഇഹ്ദിനസ് സിറാത്ത. ഈ 3 അക്ഷരത്തിലും ശ്രദ്ധിക്കേണ്ടത് ചുണ്ട് വരാതെ എന്ന് വ്യാപകമായി പറഞ്ഞ് സ്വീറ്റിലത്തെ സ്വീ എന്നല്ലേ നമുക്ക്, സ്വീറ്റല്ല സ്വീ ആണ് നമുക്ക് വേണ്ടിയത്.